വെൽക്കം ടു ഫിനാൻസ് ഫ്രൈഡേ. ഈ വീക്ക് നമുക്ക് ഇൻഡെക്സ് ഫണ്ട്സിനെ കുറിച്ചുള്ള ചില ഫൈനൽ പോയിന്റേഴ്സ് കവർ ചെയ്യാം. നമ്പർ 1, റെഗുലർ ആൻഡ് ഡിറക്റ്റ് ഫണ്ട്സ്. മ്യൂച്വൽ ഫണ്ട്സ് സെർച്ച് ചെയ്യുമ്പോൾ ചിലതിൻ്റെ ടൈറ്റിലിൽ ഡിറക്റ്റ് എന്ന് എഴുതി കാണും. ഡിറക്റ്റ് എന്ന് എഴുതി കാണാത്ത ഫണ്ട്സ് റെഗുലർ മ്യൂച്വൽ ഫണ്ട്സ് ആണ്. ഇവയിൽ ഒരു ഇന്റർമീഡിയറി ബാങ്ക് ഉണ്ടാവും and they charge extra commissions. So don't fall for that trap and always choose direct funds. Number 2, എക്സ്പെൻസ് റേഷ്യോ. ഏതൊരു ഫണ്ടിന്റെ പേജ് എടുത്താലും അതിലൊരു എക്സ്പെൻസ് റേഷ്യോ എന്ന പെർസെൻറ്റേജ് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. നമ്മുടെ കാശ് മാനേജ് ചെയ്യാൻ നമ്മുടെ അടുത്ത് നിന്ന് ഫണ്ട് ഹൗസ് എടുക്കുന്ന ചാർജ് ആണ് ഇത്. സോ ലോവർ ദ ബെറ്റർ. നമ്പർ 3, ട്രാക്കിംഗ് എറർ. ഇൻഡെക്സ് ഫണ്ട്സ് സ്റ്റോക്ക് മാർക്കറ്റിനെ കോപ്പി ചെയ്യാനാണല്ലോ നോക്കുന്നത്. ആൻഡ് ചില സാങ്കേതിക കാരണങ്ങളാൽ ദർ ക്യാൻ ബി എറേഴ്സ് ആൻഡ് ദീസ് ആർ നോൺ എസ് ട്രാക്കിംഗ് എറേഴ്സ്. ആൻഡ് ഇവിടെയും ലോവർ ദ ട്രാക്കിംഗ് എറർ ദ ബെറ്റർ. ഒരു ഇൻഡെക്സ് ഫണ്ട് തിരഞ്ഞെടുക്കുമ്പോൾ വി ഹാവ് ടു ബി മൈൻഡ്ഫുൾ അബൌട്ട് ദി എക്സ്പെൻസ് റേഷ്യോ ആൻഡ് ദ ട്രാക്കിംഗ് എറർ. എക്സ്പെൻസ് റേഷ്യോ കുറവായ ചില ഫണ്ട്സിൽ ട്രാക്കിംഗ് എറർ കൂടുതലായേക്കാം. നമ്പർ 4, മാർക്കറ്റ് ക്യാപ് വെയ്റ്റഡ് ഇൻഡെക്സ് ഫണ്ട് ആൻഡ് ഈക്വൽ വെയ്റ്റഡ് ഇൻഡെക്സ് ഫണ്ട്. മാർക്കറ്റ് ക്യാപ് വെയ്റ്റഡ് ഇൻഡെക്സ് ഫണ്ട്സിൽ സ്റ്റോക്ക് മാർക്കറ്റിലെ ലാർജസ്റ്റ് കമ്പനീസിൽ കൂടുതൽ കാശ് അലൊക്കേറ്റ് ചെയ്യപ്പെടുന്നു. ആൻഡ് ദിസ് ഇസ് നോട്ട് ഫേവറബിൾ ഫോർ അസ് ബിക്കോസ് നമ്മുടെ ഒബ്ജക്റ്റീവ് സ്റ്റോക്ക് മാർക്കറ്റിലെ 50 ലാർജസ്റ്റ് കമ്പനീസിൽ ഈക്വലി കാശ് നിക്ഷേപിക്കുക എന്നതാണ് ടു മിറ്റിഗേറ്റ് ആർ റിസ്ക്. സോ ഐ ഓൾവേസ് ചൂസ് ഈക്വലി വെയ്റ്റഡ് ഇൻഡെക്സ് ഫണ്ട്സ്. എല്ലാ മാസവും നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഒരു സംഖ്യ SIP അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ വഴി 1-2 ഇൻഡെക്സ് ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യുക. You can do so by using platforms like Grow, ET Money, Coin, etc. But before you do, please read the cap.